റാണി വിനോസ് മാജിക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രശ്മി. നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് പൂവരശില കൊണ്ടുള്ള അപ്പമാണ്. പൂവരശില ഒരു മരുന്നാണ്. അത് മാത്രമല്ല ഒരുപാട് ഗുണങ്ങളുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് വെച്ചിട്ടുള്ള അപ്പം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കേണ്ടതെന്ന് നോക്കാം. വരൂ. അത് തയ്യാറാക്കി തരുന്ന അമ്മൂമ്മയാണ്. അമ്മൂമ്മയോട് തന്നെ നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന്. ഇതാണ് പൂവരശിന്റെ ഇല. പൂവരശില അല്ലേ? ഇതാണ് പൂവരശിന്റെ ഇല എന്ന് പറയുന്നത്. ഇതൊരു മരമാണ്. വലിയ മരമാവുന്ന മരമാണ്. വലിയ മരമാവും. പൂവരശിയതുകൊണ്ട് ചെറിയതുകൊണ്ട് അത് എല്ലാവർക്കും പൂവരശ അറിയാന്ന് വിചാരിക്കുന്നു. അതിന്റെ ഇലയാണിത്. ഇതിന്റെ തീരെ കിളുന്ന ഇലയാ പറിക്കുന്നത്. തളിരില. തീരെ തളിരില. അതെ, ശരി. ഒരുപാട് കട്ടിയുള്ള ഇലയല്ല എടുക്കുന്നത്. അതിന്റെ ചെറിയ തളിരിലകളാണ് നമ്മള് അപ്പം ചുടാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പൊ അത് നല്ല വൃത്തിക്ക് കഴുകി എടുത്തതുകൊണ്ട് ഇത് എത്ര വരും? ഇത്ര ഇല നമ്മൾ എടുക്കൂല്ലേ? ഇതൊരു മരുന്നും കൂടാ. അതെ, ഇത്രയും ഇലയും നമ്മൾ എടുക്കും. അതായത് നല്ല 1.5 പിടി കാണും ഇത്. അതെ, ഈ അളവിലാണ് അമ്മൂമ്മ ഇത് എടുത്തിരിക്കുന്നത്. അരി നമ്മളിപ്പോ ഇവിടെ എടുത്തിരിക്കുന്ന പച്ചരിയാണ്. 1 ഗ്ലാസ് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് എടുത്തിരിക്കുന്ന അരിയാണ്. പിന്നെ അതിന്റെ കൂടാതെ ജീരകം. ഇത് നല്ല 1 ടീസ്പൂൺ ജീരകം ഉണ്ടെന്ന് തോന്നുന്നില്ലേ? നല്ല 1 ടീസ്പൂൺ ജീരകമാണ് എടുത്തിരിക്കുന്നത്. നല്ല ജീരകം. കരിപ്പട്ടി ഉരുക്കിയത്. ഇത് മധുരം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ചേർക്കുന്നത്. അത് ശരി. മധുരം കൂടുതൽ വേണ്ടിയവർക്ക് കൂടുതൽ ചേർക്കാം, കുറച്ച് വേണ്ടിയവർക്ക് കുറച്ച് ചേർക്കാം. ചിലർക്ക് എല്ലാത്തിനും മധുരം കുറവ് മതി. ഈ അരിയും ജീരകവും ഈ ഇലയും കൂടെ ഒന്നിച്ചരയ്ക്കണം. ഒരുമിച്ചരയ്ക്കണം. എല്ലാം കൂടി ഒരുമിച്ചരയ്ക്കണം. ഇല അരയണമല്ലോ, പൂവിന്റെ കൂട്ടല്ലല്ലോ. ഇല അരയണം. ഇല നന്നായിട്ട് അരയണം. അപ്പൊ അരി അരയ്ക്കാൻ ഇടുമ്പോ തന്നെ ഇലയും ചേർത്തിട്ടാണ് ഇതിലിടുക. അത് ശരി. മറ്റേ നമ്മൾ തെറ്റിപ്പൂവപ്പം ഉണ്ടാക്കിയ പോലെ അരി പകുതി അരിഞ്ഞു കഴിഞ്ഞിട്ട് ഇതിടും. ഇത് ഇലയല്ലയോ? ഇല ഞുറുങ്ങി കിടക്കും. അത് ശരി. അപ്പൊ ഇല നന്നായിട്ട് അരഞ്ഞ് ഈ മാവിന്റെ കൂടെ യോജിക്കണം. അപ്പൊ നമ്മളിപ്പം ഈ അരിയും ഇലയും കൂടി അരച്ചെടുക്കാണ്. ഇതിന്റെ ഈ നല്ല മൂത്തല ഇഡലി കുട്ടകത്തിന്റെ തട്ടിനകത്ത് വെച്ചിട്ട് ഇഡലിയുടെ മാവ് കോരി ഒഴിക്കും. അത് ശരി. ഇഡലി ഉണ്ടാക്കും ഈ ഇലക്കകത്ത് വെക്കുന്ന പോലെ. ഇത് വെക്കുമ്പോ ഇതൊരു ഗുണമാണ്. അത് ശരി. മഞ്ഞുകാലത്ത് കഴിക്കുന്ന നല്ലതായില്ലയോ? നല്ലത്. ഇപ്പൊ നമ്മള് പച്ചരി ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അടുത്തത് പൂവരശിന്റെ ഇലയും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാണ്. ഈ ഇല ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അരിയുടെ കൂടെ തന്നെ നമ്മള് ജീരകവും ഇട്ട് കൊടുക്കാണ്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് യോജിച്ചതിന് ശേഷം വെള്ളം ചേർത്ത് കൊടുക്കേണ്ട സമയത്ത് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് കരിപ്പട്ടി ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് ചേർക്കാം. പിന്നെ മധുരം അവരവരുടെ ആവശ്യത്തിനനുസരിച്ചാണ്. പിന്നെ കരിപ്പട്ടി ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളമായി പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഒരുപാട് അരയുകയും ചെയ്യരുത്, അത് മാത്രം ശ്രദ്ധിക്കുക. നമ്മള് പൂവരശിന്റെ ഇലയും കൂടി ചേർത്തിട്ട് അരച്ചോണ്ട് വന്നു. പിന്നെ ഒരുപാട് അരഞ്ഞു പോവരുത്. ചെറിയ തരിയോട് കൂടിയിട്ട് അരച്ചെടുക്കണം. നെയ്യപ്പത്തിന്റെ ഒക്കെ ഒരു പാകത്തിന് അരച്ചെടുക്കണം. അങ്ങനെ വേണം അരച്ചെടുക്കാന്. പിന്നെ ഇതൊരു പച്ച കളറിലായിരിക്കുന്നില്ലേ? ഇലയായതുകൊണ്ട് പച്ച കളറല്ല. ഇത് നെല്ല് കുത്തിയ ഉണക്കലരിയ ഏറ്റവും നല്ലത്. അതാവുമ്പോ നല്ല മയം കാണും. അത് ശരി. ഇല്ലെങ്കിൽ പച്ചരിയിലും ഉണ്ടാക്കാം. നമ്മൾ ചോറ് വെക്കുന്ന പുഴുക്കലരിയും നല്ലതാ. അത് ശരി. അതാന്നേലും മയമുണ്ട്. പച്ചരി ആണെങ്കിൽ അത്ര മയം പോരാ. അത്ര മയം പോരാ. അപ്പൊ അത് നിങ്ങൾ കേട്ടോളൂ. നല്ല മയം കിട്ടണമെങ്കിൽ ചോറ് വെക്കുന്ന പുഴുക്കലരി, നെല്ല് കുത്തിയ പുഴുക്കലരി വേണം. ഉണക്കലരി എടുക്കാതിരിക്കും ഇല്ലയോ? ഉണക്കലരി എടുക്കാം. ഉണക്കലരിക്കും മയമുണ്ട്, പുഴുക്കലരിക്കും മയമുണ്ട്. അപ്പൊ അതിന് രണ്ടും മയമുണ്ട്. നമ്മളിപ്പോ ഇവിടെ എടുത്തേക്കുന്ന പച്ചരിയാണ്. പിന്നെ അത് ഏതായാലും മതി. അപ്പൊ ഇതിന് നമ്മള് എണ്ണയിലിട്ടെടുക്കല്ലോ? എണ്ണയിലിടും. ഇത് ചെറിയ തവി കൊണ്ട് കോരി നെയ്യപ്പം ചുടുന്ന പോലെ ഒഴിക്കണം. അത് ചെറുതായിട്ട് ഒഴിക്കണം. എന്നാലേ ആകം ഇലയായോണ്ട് വെന്ത് കിട്ടുള്ളൂ. അത് ശരി. ചെറിയ തവി എടുക്കണം. അത് ശരി. അപ്പൊ നമുക്കിത് എണ്ണയിലേക്ക് ഒഴിച്ചെടുക്കാം. നമ്മളിവിടെ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അമ്മൂമ്മ ഇപ്പൊ മാവ് കോരി ഒഴിക്കാൻ പോവാണ്.
ചെറിയ കരണ്ടിയിൽ ഒരു കരണ്ടി മാവ് അമ്മൂമ്മ ആദ്യം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇല്ലയോ? അതെ, ചെറുതായിട്ട് ചുടന്ന ഇലയായി. അത് ശരി. നമ്മുടെ പൂവരശിന്റെ അപ്പം ഇവിടെ തയ്യാറായി. കണ്ടോ നിങ്ങള്, നമ്മുടെ പൂവരശിന്റെ അപ്പം തയ്യാറായിട്ടുണ്ട്. അമ്മൂമ്മ അടുത്ത കരണ്ടി മാവും കോരി ഒഴിക്കുകയാണ്. കുറേശ്ശെ, ചെറിയ കരണ്ടിയിൽ കുറേശ്ശെയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഓരോന്നും ചുട്ടെടുക്കാം. നമ്മുടെ പൂവരശി ഇല കൊണ്ടുള്ള അപ്പം ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഇതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പൊ അമ്മൂമ്മ നമുക്ക് പറഞ്ഞു തരും. ഇത് മഞ്ഞുകാലത്ത് ഇത് കഴിക്കുന്നത് ഏറ്റവും നല്ലതാ. കൈയൊക്കെ ഇങ്ങനെ വിണ്ടു കീറി, പിന്നെ കാല് ഒക്കെ വിണ്ടു കീറക്കയ്യോ, അതിന് ഏറ്റവും നല്ലതാ. അത് ശരി. കയ്യിലൊക്കെ ഇങ്ങനെ വരവരയായിട്ട് വന്നിട്ട് ചുടുവാദം എന്ന് പറയും. അത് ശരി, അതിന് നല്ലതാ. പിന്നെ നമ്മുടെ തൊലിക്ക് ഏറ്റവും നല്ല, ഈ മഞ്ഞുകാലത്ത് വരണ്ട് മുഖമൊക്കെ ഒരുമാതിരി ആവുമ്പോ അതിനാ ഇത് മഞ്ഞുകാലത്ത് കഴിക്കാൻ പറയുന്നു. പൂവരശിന്റെ അപ്പം കൂടുതലും മഞ്ഞുകാലം എന്നും കഴിക്കാം. പക്ഷെങ്കിൽ കൂടുതലും മഞ്ഞുകാലത്ത് കഴിക്കുന്നതാണ് നല്ലത്. കാരണം ആ തൊലിപ്പുറത്തൊന്നും മയം വരും. അത് ശരി. ആ വരണ്ട് വരുന്ന മഞ്ഞുകൊണ്ട് വരണ്ട് വരുന്നത് ഡ്രൈ ആവുന്ന ഒരു പൊരിച്ചില് വരുമല്ലോ. പൊരിച്ചില് വരും. കുട്ടികൾക്കൊക്കെ ഇങ്ങനെ പൊരിഞ്ഞിരിക്കത്തില്ല, ആ പൊരിച്ചിലാണ് മാറും. കുട്ടികൾക്കും വലിയവർക്കും നല്ലത്. എല്ലാവർക്കും ദേഹം പൊരിഞ്ഞതിന് ഏറ്റവും നല്ലതായി. അതിന്റെ ഒക്കെ താഴ്ഭാഗത്ത് ഉപ്പൂറ്റിയുടെ അതിങ്ങനെ വരഞ്ഞു അതിന് നല്ല വേദനയായിരിക്കും. അത് ശരി. കൈയുടെ ഈ തുമ്പിനൊക്കെ ഇങ്ങനെ, അത് കൈയുടെ തുമ്പിനൊക്കെ ഇങ്ങനെ വീണ്ടും ചെറിയ ചെറിയ വര പോലെ വന്നിട്ട് അതിനൊരു വേദന കാണും. പാത്രം തേക്കുമ്പോഴും ഒക്കെ പെണ്ണുങ്ങൾക്കാണെങ്കിൽ നീറ്റലൊക്കെ ഉണ്ടാവും. അത് ശരി. അപ്പൊ ഇത് കഴിച്ചാല് അതുണ്ടാവത്തില്ല. നേരത്തെ ഞാൻ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ വീണ്ടും കീറത്തില്ല. പിന്നെ അത് വന്നു കഴിഞ്ഞ് കഴിച്ചാലും വലിയ വേദനയൊന്നുമില്ല, മാറാനും നല്ലതാ. അത് ശരി. അത് പഴയ കാലത്തെ മരുന്നൊക്കെയാ ഇതൊക്കെയാ കഴിക്കുന്നേ. അത് ശരി. ഇപ്പം കഴിക്കാനുള്ള സമയമാണ്. ഇപ്പൊ കഴിക്കാം, ഈ തണുപ്പത്താ ഇത് കഴിക്കുന്നു. അങ്ങനെ നമ്മുടെ പൂവരശിന്റെ അപ്പം നിങ്ങൾ കേട്ടല്ലോ. അമ്മൂമ്മ പറഞ്ഞു തന്ന എല്ലാ ഗുണങ്ങളെ പറ്റി നിങ്ങളിപ്പോ അറിഞ്ഞല്ലോ. അപ്പൊ ഈ പൂവരശിന്റെ അപ്പം നിങ്ങൾ എല്ലാവരും ഈ തണുപ്പ് കാലത്ത് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് വീട്ടിൽ കഴിക്കണം. നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഒരു മരുന്ന് കൂടിയാണിത്. ഈ തണുപ്പ് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു മരുന്നാണിത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ പുതിയതായിട്ടാണ് എന്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവര് കൂടെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ മറക്കാണ്ട് ആ ബെല്ലൈക്കണിലും അമർത്തുക. അത് ഇനിയുള്ള എന്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.